പകുതിവില സ്കൂട്ടർ തട്ടിപ്പിൽ കോഴിക്കോടും പരാതികളുടെ എണ്ണം കൂടുന്നു. NGO സംഘടനകളാണ് ജില്ലയിൽ പരാതിയുമായി എത്തുന്നത്. ഇതിനകം തന്നെ 3 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 5000-ത്തിലധികം പേർ തട്ടിപ്പിനിരയായി എന്നാണ് ലഭിക്കുന്ന വിവരം. പകുതി വിലക്ക് സ്കൂട്ടർ നൽകാമെന്ന പേരിൽ കോഴിക്കോടും വ്യാപക തട്ടിപ്പ് നടന്നതായാണ് പുറത്തുവരുന്ന വിവരം. 11 NGO സംഘടനകൾ വഴിയാണ് ജില്ലയിൽ തട്ടിപ്പ് നടത്തിയത്. അനന്തകൃഷ്ണൻ അറസ്റ്റിലായതോടെയാണ് പരാതിക്കാർ പോലീസിനെ സമീപിക്കുന്നത്. ഇടനിലയായി പ്രവർത്തിച്ച NGO സംഘടനകളാണ് കോഴിക്കോട്ടെ പരാതിക്കാർ. പണം നഷ്ടമായവർ സംഘടനകളെ സമീപിക്കുന്ന പശ്ചാത്തലത്തിലാണ് NGOകൾ തന്നെ പരാതിക്കാരാവുന്നത്. അനന്തകുമാർ, അനന്തകൃഷ്ണൻ എന്നിവരെ പ്രതി ചേർത്താണ് FIR. EDS പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജാനകി, ഇതിനടച്ചിരിക്കുന്ന പൈസ എവിടേക്ക് പോയോ അതൊരു ഫോറൻസിക് സ്കാൻ അവരുടെ അക്കൗണ്ട് 3 വിധേയമാക്കിക്കൊണ്ട് ആ തുക അടച്ച ആളുകൾക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ നിയമ സംവിധാനത്തോട് പറയാനുള്ളത്. നടക്കാവ് സ്റ്റേഷനിൽ 2ഉം അത്തോളിയിൽ 1 കേസുമാണ് രജിസ്റ്റർ ചെയ്തത്. ബാലുശ്ശേരി, കോടഞ്ചേരി സ്റ്റേഷനുകളിൽ പരാതികൾ ലഭിച്ചതായും വിവരമുണ്ട്. ജില്ലയിൽ 3211 പേർക്ക് സ്കൂട്ടർ, 1466 പേർക്ക് ലാപ്ടോപ്പ്, 120 പേർക്ക് തയ്യൽ മെഷീൻ, 731 പേർക്ക് ഗൃഹോപകരണങ്ങൾ, 36 പേർക്ക് മൊബൈൽ ഫോൺ എന്നിവ ലഭിക്കാനുണ്ടെന്നാണ് NGOകൾ തന്നെ നൽകുന്ന വിവരം. അനന്തകൃഷ്ണൻ അറസ്റ്റിലായതോടെ പണം വാങ്ങിയ സംഘടനകളെ തേടിയാണ് ഗുണഭോക്താക്കൾ എത്തുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.